തൊടേണമേ. ആരാധനേ യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത സുവിശേഷ ശുശ്രൂഷകളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇച്ഛാഭംഗം അരുത് എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുത രോഗസൗഖ്യങ്ങളെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളിൽ ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് അച്ചാമ്മ. എൻ്റെ മകൾ സൗദിയിൽ നേഴ്സാണ്. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി. 3 മാസമായപ്പോൾ സ്കാൻ ചെയ്തു. കുഞ്ഞിനോടൊപ്പം ഒരു വലിയ മുഴയും എൻ്റെ മകളുടെ ഉദരത്തിൽ ഉണ്ട് എന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് കാണിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഗർഭിണി ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞു. ആ മുഴ വളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കർത്താവിനോട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്. ആ സുവിശേഷ പ്രഘോഷണ നിമിഷങ്ങളിൽ ടെലിവിഷൻ ശുശ്രൂഷയോട് ചേർന്ന് ഞാൻ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവെ, എൻ്റെ മകൾക്ക് സുഖപ്രസവം നൽകണമെന്നും ഗർഭാശയത്തിലുള്ള ആ രോഗകരമായ വലിയ മുഴ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്നും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹത്താൽ ആ മുഴ എൻ്റെ മകളെ ഉപദ്രവിച്ചില്ല. എൻ്റെ മകൾക്ക് സുഖപ്രസവം ലഭിച്ചു. ഇപ്പോൾ ഗർഭാശയത്തിൽ ആ മുഴ കാണാനില്ല. ഹല്ലേലൂയ. എൻ്റെ ഈശോ എൻ്റെ മകളെ സുഖപ്പെടുത്തി എന്ന് വിശ്വസിച്ച് ഞാൻ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഗർഭാശയത്തിൽ വളർന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ തെളിഞ്ഞു നിന്ന ഒരു വലിയ മുഴ ഇവർ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അത് യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോയി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ മക്കളെ അവിടുന്ന് അങ്ങയുടെ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ ഓ കർത്താവെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുത ശക്തിയാൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഓരോ കുടുംബങ്ങളുടെ മേലും അത്ഭുത ശക്തി നിറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു അടുത്ത നാളുകളിലായി അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയുമായി അച്ഛൻ്റെ അടുത്ത് വന്ന് പങ്കുവെക്കണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ദിവസം ഒരു സഹോദരി ഒരു ബാഗുമായി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സഹോദരി പൊട്ടിക്കരഞ്ഞു. ആ സഹോദരി വന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അച്ഛൻ അറിയാമോ? ഞാൻ ചോദിച്ചു, എനിക്ക് അറിയാൻ പാടില്ല. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഇന്നാണ് എൻ്റെ കല്യാണം നടക്കേണ്ട ദിവസം. എൻ്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ വിവാഹ സാരിയാണ് ഈ ബാഗിൽ എന്ന് പറഞ്ഞ് ആ സഹോദരി ആ ബാഗ് തുറന്ന് ആ സാരി എടുത്ത് എന്നെ കാണിച്ചതും പൊട്ടിക്കരഞ്ഞു. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കല്യാണം നടക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഒത്തുകല്യാണം കഴിഞ്ഞതാണ്, സാരി എല്ലാം റെഡിയായതാണ്. എന്നാൽ എന്തോ ചില കാര്യത്തെ പ്രതി ആ വിവാഹം മാറിപ്പോയി. ആ സഹോദരിയുടെ മനസ്സ് മുഴുവൻ വേദന കൊണ്ട് നിറഞ്ഞ് ഈ വിവാഹസാരി എടുത്തു കാണിച്ചതും ആ സഹോദരി പൊട്ടിക്കരഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി എങ്ങനെ ആശ്വസിപ്പിക്കും? ഞാൻ പറഞ്ഞു, മകളെ, ഇത് ഒരു വലിയ ദുഃഖകരമായ ഒരു വേദന നിറഞ്ഞ സാഹചര്യമാണെങ്കിലും നീ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നീ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ആ മകൾ എന്തായാലും ആ ദിവസങ്ങളിൽ ധ്യാനം കൂടി, ആ ദിവസങ്ങളിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആ മനസ്സിൻ്റെ ദുഃഖം വിട്ടുപോയി. പിന്നീട് ആ മകളുടെ വിവാഹം വളരെ മനോഹരമായി നടന്ന് ആ വിവാഹത്തിന് എന്നെ ക്ഷണിക്കുകയും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ
ആ വിവാഹം മുടങ്ങി, ആ കല്യാണ ദിവസം വിവാഹം മുടങ്ങി, ആ വിവാഹ സാരിയുമായി ഈ ആലയത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ സഹോദരിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഒരു പ്രശ്നമല്ല. ജീവിതത്തിൽ ഒട്ടനവധി മനുഷ്യരുടെ വേദനയാണ്. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഓരോ തരത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് തളരുക, മനസ്സിൻ്റെ സന്തോഷം പോവുക, മനസ്സിൽ ദുഃഖം തളം കെട്ടുക. ഇത് ഒരു വലിയ കെണിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രബോധനം നൽകുന്നുണ്ട്. അതിലേറ്റവും മനോഹരമായ ഒരു പ്രബോധനം നമ്മൾ കാണുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യമാണ്. ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ജോബ് വളരെ സന്തോഷത്തോടുകൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എപ്പോഴാണിത് പറഞ്ഞത്? ഒരു ചെറിയൊരു കല്യാണം മാറിപ്പോയ സമയത്തല്ല ഇത് പറഞ്ഞത്. ജോബ് മധ്യ പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയൊരു ധനികനായി വിരാജിക്കുന്ന കാലം. ബൈബിളിൽ പറയുന്ന കണക്കനുസരിച്ച് ജോബിന് ഒരുപാട് സമ്പത്തിൻ്റെ ഒരു വലിയ കൂന തന്നെ ഉണ്ടായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ ദേശത്തെ ഒരു വലിയ ധനാഢ്യൻ. ആ വ്യക്തി ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ വേലക്കാരനായ ഒരാൾ ഓടി കതച്ച് വന്ന് കരഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്, യജമാനനെ ഇതാ ഷേബാക്കാർ വന്നിട്ട് വേലക്കാരെ എല്ലാം അരിഞ്ഞു വീഴ്ത്തിയിട്ട് കഴുതകളെ മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോയി. ആ ദുഃഖകരമായ വാർത്ത കേട്ട് ജോബ് ഒന്ന് ഞെട്ടി. ആ ഞെട്ടലിൽ നിന്ന് സൗഖ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതാ മറ്റൊരു വേലക്കാരൻ ഓടിപ്പടച്ച് വന്ന്, ആ വേലക്കാരൻ ഓടിപ്പടച്ച് വന്നിട്ട് ജോബിനോട് പറഞ്ഞു, യജമാനനെ ഇതാ കൽദായക്കാർ വന്ന് വേലക്കാരെ മുഴുവൻ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് അവർ ഒട്ടകവ്യൂഹങ്ങളെ മുഴുവൻ കൊള്ള ചെയ്ത് കൊണ്ടുപോയി. ജോബിന് വലിയ വേദനയായി. അങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ ഇതാ മറ്റൊരു ദൂതൻ ഓടി വന്ന് പറഞ്ഞു, യജമാനനെ ഇതാ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ആടുമാടുകളും ദാസീദാസന്മാരെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞ്. ജോബിനൊന്നും മനസ്സിലാകുന്നില്ല. ഒരെണ്ണം തീരുമ്പോൾ അടുത്തത്, അത് തീരുമ്പോൾ വീണ്ടും ഒരു ദുഃഖം തീരുമ്പോൾ അടുത്ത ദുഃഖം, ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഇതാ ദുഃഖവും ദുരിതവും തകർച്ചയും കണ്ണുനീരും ഈ ജോബിൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖവാർത്ത കേട്ട് അതിൻ്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് ഇതാ അടുത്തൊരു വേലക്കാരൻ ഓടി വന്നു. ആ വേലക്കാരൻ പറഞ്ഞു, യജമാനനെ അങ്ങയുടെ മക്കള് ഇന്ന മകൻ്റെ വീട്ടിൽ ഒന്നിച്ചുകൂടി അവർ വിരുന്ന് സൽക്കാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കാറ്റ് വന്ന് ഭവനത്തിന് 4 മൂലകളിൽ ആഞ്ഞടിച്ച് കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അങ്ങയുടെ എല്ലാ മക്കളും മരിച്ച്. ഇതും കൂടെ കേട്ടപ്പോൾ ജോബിൻ്റെ ദുഃഖം 10 മടങ്ങായി വർദ്ധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖം തീർന്ന് കഴിയുമ്പോഴേക്കും അടുത്ത ദുഃഖം എത്തി. ഒരു തകർച്ച കഴിഞ്ഞ് ഒന്ന് കരകയറി വരുമ്പോൾ അടുത്ത തകർച്ച എത്തി. തല പൊക്കാൻ സമ്മതിക്കാതെ വിധം ഇതിങ്ങനെ തകർച്ച ഒന്നിന് പുറകെ ഒന്നായി ജോബിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോബിന് എല്ലാം നഷ്ടപ്പെട്ട്. എന്നാൽ ജോബ് നമ്മളെപ്പോലെ ആയിരുന്നില്ല. അവൻ തകർച്ച ഒന്നിന് പുറകെ ഒന്നായി വന്നപ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണിട്ട് ജോബ് പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ജോബ് ദൈവത്തെ പഴിച്ചില്ല.
ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, ദൈവം എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല, ദൈവം എന്തുകൊണ്ട് എനിക്ക് ഈ തകർച്ച വരാതെ നോക്കിയില്ല, ദൈവം എവിടെയായിരുന്നു, ഇങ്ങനെയൊന്നും ജോബ് ചോദിച്ചില്ല. ജോബ് തൻ്റെ വാക്കുകൊണ്ട് ദൈവത്തെ പഴിക്കുകയോ തൻ്റെ വാ കൊണ്ട് പാപം ചെയ്യുകയോ ചെയ്തില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ ബാലൻസ് വിട്ടുപോയില്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടില്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തത കൈവിട്ടുപോയില്ല. ആ ഹൃദയത്തിൻ്റെ ശാന്തതയിൽ നിലനിന്നുകൊണ്ട് ജോബ് പറഞ്ഞു, സാഷ്ടാംഗം വീണ് ദൈവത്തിന് അടിയറ വച്ചിട്ട് ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതാണ് ആവിലായിലെ വാഴ്ത്തപ്പെട്ട വിശുദ്ധ ജോൺ പറയുന്നത്. സന്തോഷകരമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക എളുപ്പമാണ്. എന്നാൽ അതിനേക്കാൾ അനുഗ്രഹവും ഫലദായകത്വവും അതിനേക്കാൾ പ്രയോജനകരവുമായ സംഗതിയാണ് നിർഭാഗ്യകരവും അപ്രതീക്ഷിതവുമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ 5 മാർക്ക് കിട്ടുന്നുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതും എൻ്റെ ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ദൈവത്തെ ആഹ്ലാദിച്ച് സ്തുതിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് 100 മാർക്ക് കിട്ടും. എന്നതുപോലെ വ്യത്യാസമുണ്ട് സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതും നിർഭാഗ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ചില മൂഢന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ല. അവരുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ നിലവിട്ട് സന്തോഷം, നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിലയില്ലാത്ത സന്തോഷം. അപ്രതീക്ഷിതമായി ചെറിയൊരു ദുഃഖം വന്നാൽ പിന്നെ കുഞ്ചി ഒടിഞ്ഞ് മുഖം വക്രിച്ച് ഇങ്ങനെ അവനിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു നല്ല ദൈവ പൈതലിൻ്റെ ലക്ഷണമല്ല. വിശുദ്ധ ജോൺ മരിയ വിയാനി, ആർസിലെ വിശുദ്ധ ജോൺ മരിയ വിയാനി, എല്ലാ ഇടവക വൈദികരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ആ ജോൺ മരിയ വിയാനി വിശുദ്ധൻ തൻ്റെ ജീവിതകാലത്തിൽ ദൈവസ്നേഹം കൊണ്ട് കത്തിയെരിഞ്ഞ് കർത്താവിൻ്റെ സഭയിൽ കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത എല്ലാ കുറ്റങ്ങളും ചെന്ന് അദ്ദേഹത്തിൻ്റെ ബിഷപ്പിനോട് അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകരായ വൈദികർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകർ അദ്ദേഹം ചെയ്യാത്തതും ചെയ്തതുമായി ഒരുപാട് ദൂഷണങ്ങൾ ചെന്ന് ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചില സ്നേഹിതന്മാർ ജോൺ മരിയ വിയാനി അച്ഛനോട് ഇങ്ങനെ ഉപദേശിച്ചു, അച്ഛനും ചെന്ന് അച്ഛൻ്റെ കാര്യങ്ങൾ പിതാവിനോട് പറയുക. മറ്റുള്ളവർ ദൂഷണങ്ങൾ പറയുമ്പോൾ അച്ഛൻ ചെന്നത് അതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അച്ഛന് ചില സുഹൃത്തുക്കൾ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അതിന് മറുപടിയായിട്ട് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒരു ഉപമ പറഞ്ഞു. ഒരു സ്ഥലത്ത് ഒരു വിശുദ്ധനായ മനുഷ്യനും അദ്ദേഹത്തിന് ഏതാനും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ആ വിശുദ്ധനായ മനുഷ്യൻ ആ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സിമിത്തേരിയിലേക്ക് പോവുക, നിങ്ങൾ ശവപ്പറമ്പിലേക്ക് പോവുക, അവിടെ ചെന്ന് അവിടെ കിടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര തെറി വിളിച്ച് പറയുക. നിങ്ങൾക്ക് എത്ര അസഭ്യങ്ങൾ പറയാമോ അത് മുഴുവൻ സിമിത്തേരി ചെന്ന് വിളിച്ച് പറയുക. ഈ ശിഷ്യന്മാർ ആ വിശുദ്ധനായ ഗുരു പറഞ്ഞനുസരിച്ച് സിമിത്തേരിയിലേക്ക് പോയി. ശവപ്പറമ്പിൽ ചെന്നിട്ട് വാലും മൂടുമില്ലാതെ അവർക്ക് അങ്ങേയറ്റം തെറി ശവപ്പറമ്പിൽ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം തിരിച്ച് വിശുദ്ധൻ്റെ അടുത്തേക്ക് എത്തി. ആ വിശുദ്ധൻ ചോദിച്ചു, നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചോ? ശിഷ്യന്മാർ പറഞ്ഞു, അനുസരിച്ചു ഗുരുവേ, അനുസരിച്ച്, ഞങ്ങൾ മൂക്കറ്റം തെറി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. വിശുദ്ധൻ ചോദിച്ചു, അവർ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് ദോഷമോ അനുകൂലമോ എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചോ? അവർ പറഞ്ഞു, ആരും ഒന്നും മിണ്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. വീണ്ടും വിശുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ ചെന്ന് അവിടെ നിങ്ങൾക്ക് പറയാവുന്നത്ര നല്ല കാര്യങ്ങൾ സിമിത്തേരിയിൽ പ്രഘോഷിക്കുക. വീണ്ടും ഈ ഗുരുവിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ച് ശിഷ്യന്മാർ ശവപ്പറമ്പിലേക്ക് പോയി, സിമിത്തേരിയിലേക്ക് പോയി. അവിടെ ചെന്ന് അവർക്ക് പറയാവുന്നത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു. അവർ തിരിച്ചു പോന്നു. ഗുരു ചോദിച്ചു, നിങ്ങൾ ആജ്ഞ നിവർത്തിച്ചുവോ? അവർ പറഞ്ഞു, ഉവ്വ് ഗുരു, ഞങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്ത് നന്മ അവർക്ക് പറയാവുന്നത്ര നന്മ പറഞ്ഞുവെന്ന് അവർ ഗുരുവിനെ അറിയിച്ചു. ഗുരു ചോദിച്ചു, നിങ്ങളോട് അവരെന്തെങ്കിലും ചായ തരികയോ നിങ്ങൾക്ക് എന്തെങ്കിലും പാരിതോഷികം തന്നുവിടുകയോ ചെയ്തോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യുക പോലും
ചെയ്തിട്ടില്ല. ആ വിശുദ്ധനായ ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്നും സമാധാനത്തിരിക്കണമെങ്കിൽ നിനക്ക് നന്മയുണ്ടാകുമ്പോഴും തിന്മയുണ്ടാകുമ്പോഴും നിങ്ങളെപ്പോഴും ദൈവത്തിൽ മാത്രം സന്തോഷിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് വിശുദ്ധ ജോൺ വിയാനി തൻ്റെ കഠിനമായ ഇച്ഛാഭംഗം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, താൻ തൻ്റെ പ്രാണപ്രേഷ്ഠ സുഹൃത്തുക്കളായി തൻ്റെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ സ്നേഹിതന്മാർ ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് തനിക്കെതിരായി ഒരുപാട് ദൂഷണങ്ങൾ പറഞ്ഞപ്പോൾ ഒരു അല്പം പോലും ഭാവവ്യത്യാസം ഇല്ലാതെ അതും യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച് അവരെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന, അതിൽ സന്തോഷിക്കുക മാത്രം, അതിൽ ദൈവത്തെ സ്തുതിക്കുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളനെ ആർസിലെ ഇടവകയുടെ മുറ്റത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ സംഭവം ഓർക്കുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിലൊരു വചനമാണ് ശ്രദ്ധയിലേക്ക് വരുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ്, മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ചന്ദ്രൻ്റെ പ്രത്യേകത? അത് ചിലപ്പോൾ അത് പൂർണ്ണബിംബം അത് വലിയ സന്തോഷത്തിൽ അങ്ങനെ ഫുൾ സ്വിങ്ങിൽ പ്രകാശിക്കും. ചിലപ്പോൾ അതിൻ്റെ സന്തോഷം കുറഞ്ഞ് അത് കരിക്കട്ട പോലെ അതിന് ചില സ്വഭാവം കാണിക്കും. ഏതാണ്ട് ചില മൂഢൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പാപികൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ചില മനുഷ്യരുടെ സ്വഭാവം ചന്ദ്രനെ പോലെയാണ്. ചിലപ്പോൾ ഭയങ്കര സന്തോഷം, വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്ന ഭയങ്കര സന്തോഷം. എന്നാൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാലോ ഈ ചന്ദ്രന് മാറ്റം വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവത്തിന് മാറ്റം വരുന്നു. ഒരുപാട് ദുഃഖവും സന്തോഷവും കയറി ഇറങ്ങി കിടക്കുന്ന സ്വഭാവം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷം, ഒരു ദൈവ പൈതലിൻ്റെ സ്വഭാവം എന്താണെന്ന് പ്രഭാഷകൻ പഠിപ്പിക്കുന്നു. ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ്, നന്മയിലും തിന്മയിലും ദൈവത്തെ മഹത്വപ്പെടുത്തും, എതിർപ്പിലും അനുകൂലത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തും, സ്തുതിവചനങ്ങളിലും ദൂഷണ വാക്കുകളിലും ദൈവത്തെ എല്ലാത്തിലും സന്തോഷം, എല്ലാ കാര്യങ്ങളിലും സന്തോഷം. അതാണ് ഒരു നല്ല മനുഷ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ഹെൻറി ഡീനോ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: ദൈവമേ, ഒരു തന്നിഷ്ടക്കാരനായ ശ്രാപ്പേൻ മാലാഖ ആകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദൈവമേ അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്യുന്നതിൽ സന്തോഷം കൊള്ളുന്നൊരു പുഴു ആയിരിക്കാൻ ആണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കും. തന്നിഷ്ടക്കാരനായ ഒരു ശ്രാപ്പേൻ മാലാഖ ആകുന്നതിനേക്കാൾ ദൈവേഷ്ടം നിവർത്തിക്കുന്ന ഒരു പുഴുവാകാനാണ് എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹം തരുന്നതെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് പേരുടെ ദുഃഖത്തിൻ്റെ കാരണം തന്നിഷ്ടം നടന്നില്ല എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ വേദനയായി, മറ്റുള്ളവർ വിചാരിച്ച പോലെ പ്രശംസിച്ചില്ലെങ്കിൽ വേദനയായി, വിചാരിച്ചതുപോലെ നല്ല കാലാവസ്ഥ വന്നില്ലെങ്കിൽ പ്രശ്നമായി, മറ്റുള്ളവർ വിചാരിച്ചതുപോലെ പെരുമാറിയില്ലെങ്കിൽ സങ്കടമായി. ഇതൊരു നല്ല ആത്മീയതയുടെ ലക്ഷണമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഒരു ആശ്രമത്തിൽ ഒരു സന്യാസിയും അദ്ദേഹത്തിന് ഏതാനും ശിഷ്യന്മാരും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുകയാണ്. ആ ആശ്രമത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. വലിയ പുണ്യവും വലിയ തപസ്സും ഒന്നും ഇല്ലാത്ത ഒരു സന്യാസി, ഒരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ ശിഷ്യൻ വെറുതെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ഉടനെ ആശ്രമ ശ്രേഷ്ഠന് അത്ഭുതമായി. മറ്റ് ഒരുപാട് സന്യാസിമാർ ഒത്തിരി പുണ്യം ചെയ്യുന്നു, ഒത്തിരി തപസ് ചെയ്യുന്നു, ഒത്തിരി ഉപവസിക്കുന്നു, പക്ഷെ ഒരു അത്ഭുതം നടക്കണില്ല. എന്നാൽ ഒരു സന്യാസി, അവൻ പ്രത്യേകിച്ച് വലിയ പുണ്യമൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നു. ഉടനെ ആശ്രമശ്രേഷ്ഠൻ വിളിച്ച് ആശ്രമശ്രേഷ്ഠൻ വിശദമായൊരു പരിശോധന നടത്താൻ തീരുമാനിച്ച് ആശ്രമശ്രേഷ്ഠൻ സന്യാസിയെ അടുത്ത് വിളിച്ച് ആശ്രമശ്രേഷ്ഠൻ ചോദിച്ചു, നീ പ്രത്യേകിച്ച് പുണ്യമൊന്നും ചെയ്യുന്നില്ലെങ്കിലും നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ രഹസ്യം? അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, ഗുരു, എനിക്ക് പ്രത്യേകിച്ച് വലിയ പുണ്യമോ തപസ്സോ ചെയ്യാനുള്ള ആരോഗ്യമില്ല. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം തരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് സന്തോഷമാണ്. ഉടനെ ആശ്രമശ്രേഷ്ഠൻ ചോദിച്ചു, അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശത്രുക്കൾ വന്ന് നമ്മുടെ വിളവുകളെല്ലാം നശിപ്പിച്ചു, അപ്പോൾ നിനക്കെന്ത് തോന്നി? അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, അപ്പോഴും ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കാരണം റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം ഞാൻ വിശ്വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. വീണ്ടും ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ളതല്ല,
നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. ഈ ഒരു ബോധ്യം ഈ സന്യാസിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്തു ചെയ്താലും അദ്ദേഹത്തിന് സന്തോഷമാണ്. ചൂടിലും തണുപ്പിലും സന്തോഷം, വെയിലിലും മഴയിലും സന്തോഷം, ഇരുട്ടിലും വെളിച്ചത്തിലും സന്തോഷം, നന്മയിലും തിന്മയിലും സന്തോഷം, രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷം, ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷം, പ്രശംസയിലും അപമാനത്തിലും സന്തോഷം. ദൈവം എന്ത് അനുവദിച്ചാലും അതിലെല്ലാം മനസ്സിൽ ശാന്തത വെടിയാതെ ഇച്ഛാഭംഗം ഇല്ലാതെ ജീവിക്കാൻ ആ സന്യാസിക്ക് ഒരു പ്രത്യേക കൃപ ലഭിച്ചു. സന്യാസി പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് പുണ്യമോ താപസമോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും എനിക്ക് അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും, നന്മയും തിന്മയും എല്ലാ കാര്യങ്ങളും ഞാൻ 2 കൈ നീട്ടി എൻ്റെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ഞാൻ സന്തോഷിക്കുന്നു. അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, ഭാഗ്യവും നിർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. പ്രഭാഷകൻ 11:14, ഭാഗ്യവും നിർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ശ്രേഷ്ഠ പുണ്യമാണ് നന്മയും തിന്മയും, വിജയവും പരാജയവും, അന്ധകാരവും പ്രകാശവും എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിച്ച് സന്തോഷിക്കുക എന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ഒരു മുടിനാരിഴ പോലും കൊഴിയുകയില്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ ഒരു മുടിനാരിഴ പോലും കൊഴിയുകയില്ല. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, 2 നാണയത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. കുരുവികളെക്കാൾ എത്രയോ വിലയുള്ളവരാണ് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ തലയിലെ ഒരു മുടിനാരിഴ പോലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ കൊഴിഞ്ഞു വീഴുന്നില്ല. അടിസ്ഥാനപരമായി ഈ ഒരു വലിയ ബൈബിൾ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇത് നമ്മുടെ എല്ലാ വിശുദ്ധന്മാരുടെയും ജീവചരിത്രത്തിലേക്ക് നോക്കുക. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ സന്തോഷം. ഞാൻ വേദനകളോടെ കടന്നു പോകാനാണോ ആഗ്രഹിക്കുന്നത്, ഞാൻ അത് ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കും. ഞാൻ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകണമെന്നാണ് ദൈവം പദ്ധതി ഒരുക്കിയിരിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് ആ ദാരിദ്ര്യത്തെ സ്വീകരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കുന്നതാണ് എൻ്റെ സന്തോഷം എന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെന്നാണോ, അന്നാണ് ആത്മീയ സന്തോഷത്തിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെടാൻ ആരംഭിക്കുക. യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ വാക്യം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാൻ 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സിയന്നായിലെ വിശുദ്ധ കത്രീനയോട് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് സിയന്നായിലെ വിശുദ്ധ കത്രീനയോട് ഈശോ പറഞ്ഞു, നീ എൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുക, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. ആ വിശുദ്ധ ജീവിതത്തിൽ എന്നും സന്തോഷം അനുഭവിച്ച വ്യക്തിയാണ്. കാര്യം ഞെരുക്കവും അപമാനവും നിന്ദനവും ക്ലേശവും പീഡയും ഇരുണ്ട രാത്രികളെല്ലാം ഒരുപാടുണ്ടായി. പക്ഷേ ഈശോ ഈ സിയനായിലെ കത്രീന എന്ന വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ എൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുക, നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധ വെച്ച് കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം എന്ന് ഈശോ പറഞ്ഞു. സ്ലീഹന്മാരും അത് തന്നെ പറഞ്ഞു. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 16-ാം വാക്യം, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു, ക്രിസ്തുവിൻ്റെ ഇഷ്ടം അറിയുന്നു, അത് നിവർത്തിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. അടി കിട്ടുമ്പോഴും വിശപ്പിലും ജാഗരണത്തിലും നഗ്നതയിലും ദാരിദ്ര്യത്തിലും എതിർപ്പിലും അപമാനത്തിലും നിന്ദനത്തിലും കഷ്ടതയിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. കാരണം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങൾ നിറവേറ്റുന്നു, അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രമാണമായിരുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, തന്നിഷ്ടമല്ല, എൻ്റെ ഹിതം നടപ്പാക്കണം എന്നുള്ളതല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നടപ്പാകുന്നതിൽ സന്തോഷിക്കാൻ, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എനിക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും
ദുഃഖത്തിലും സന്തോഷത്തിലും, വിജയത്തിലും പരാജയത്തിലും, അന്ധകാരത്തിലും പ്രകാശത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും മനസ്സിൻ്റെ സമനിലമിടാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി സന്തോഷിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് സമചിത്തതയോടെ പോകാൻ, ഇച്ഛാഭംഗമില്ലാതെ എല്ലാത്തിലും സന്തോഷത്തോടെ പോകാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അഭിഷേകം ചെയ്യണമേ. ഹാലലുയ, ഹാലലുയ. കർത്താവെ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് തന്നിഷ്ടത്തിൻ്റെ അരൂപികളെ തകർത്ത് കളയണമേ. ഓ, ഏകാധിപത്യത്തിൻ്റെ അരൂപികളെ തകർത്ത് കളയണമേ. എൻ്റെ ഇഷ്ടം നടപ്പാക്കണം, ഞാൻ പറയണത് കേൾക്കണം. ഇങ്ങനെയുള്ള അരൂപിയാൽ ബന്ധിക്കപ്പെട്ട ദൈവമക്കളെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാരത്തിൻ്റെ അരൂപികളിൽ നിന്ന് വിടുവിച്ച്, എല്ലാ തിന്മയുടെ അരിവുകൾ ആട്ടിപ്പായിച്ച് യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. വിപരീത അനുഭവങ്ങളും പ്രതീക്ഷയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഓരോ തരത്തിലുള്ള വേദനകളും സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ വളരെയേറെ പ്രതിഫലം നമുക്കായി നേടിത്തരുന്നവയാണെന്നും ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നതിനേക്കാൾ ജീവിതത്തിൽ വിപരീതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ച് സ്തുതിച്ചാൽ ദൈവസന്നിധി അത്യത്ഭുതകരമായ നിക്ഷേപമുണ്ടാകുമെന്നും തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഇപ്പോൾ നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ കാര്യങ്ങളെ ഓർത്ത് സ്തുതിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. ദൈവമായ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അനുഭവങ്ങൾ ഹൃദയങ്ങളിലേക്ക് ലഭിക്കട്ടെ. ചൂടായാലും തണുപ്പായാലും, ഉയർച്ചയായാലും താഴ്ചയായാലും, പുകഴ്ചയായാലും നിന്ദനമായാലും എല്ലാ കാര്യങ്ങളെ ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ മക്കളുടെ മേലും വലിയ കൃപയുടെ അഭിഷേകം നിറയട്ടെ. ഹാലലുയ, ഹാലലുയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ.